ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടത് അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി പ്രശ്നത്തിന് ന്യായവും പരസ്പര സ്വീകാര്യവുമായ പരിഹാരത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ചൈനയിൽ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലേക്ക് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ ക്ഷണം വാങ് യി പ്രധാനമന്ത്രിക്ക് കൈമാറി. സുദർശൻ ചക്ര ദൌത്യം, വികസിത് ഭാരത് റോസ്ഗാർ യോജന, ദേശീയ ആഴക്കടൽ പര്യവേക്ഷണ ദൌത്യം തുടങ്ങിയ സംരംഭങ്ങളിലൂടെ ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന സംരംഭങ്ങൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ബഹളത്തിനിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. 2025ലെ ഖനി ധാതു ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം ലഭിച്ചതോടെ ബിൽ പാർലമെന്റ് പാസാക്കി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭേദഗതി ബിൽ 2025 ലോക്സഭ പാസാക്കി. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രധാന കേന്ദ്രമായി ഗുവാഹത്തി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. അടുത്ത മാസം മുതൽ IIM ദുബായ് ക്യാമ്പസ് തുറക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. രാജസ്ഥാനിലെ കോട്ട ബുണ്ടിയിലെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം വികസിപ്പിക്കുന്നതിന് 1507 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഒഡീഷയിൽ 8307.74 കോടി രൂപ ചെലവിൽ 6 വരി പാതയുടെ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവാണ് യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. ഇന്ത്യയെ ഹരിത ഹൈഡ്രജൻ കയറ്റുമതിയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ശ്രീപദ് യെശോ നായിക്. ന്യൂഡൽഹിയിൽ ഹരിത ഹൈഡ്രജൻ ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ 125 ജിഗാവാട്ട് ശേഷി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യം പ്രവർത്തിക്കുന്നതെന്ന് ശ്രീ നായിക് പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തുന്ന ഇടപെടലുകളെ പുടിൻ സ്വാഗതം ചെയ്തു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചു. തായ്വാൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്ന തരത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പരാമർശിച്ചെന്ന വാർത്തകളിലാണ് മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാളെ നാമനിർദ്ദേശ പത്രിക നൽകും. INDI സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയെ പ്രഖ്യാപിച്ചു. ബി സുദർശൻ റെഡ്ഡി മറ്റന്നാൾ നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ന്യൂഡൽഹിയിൽ അറിയിച്ചു. വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിനം. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. BJP മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ വെള്ളിയാഴ്ച കേരളത്തിലെത്തും. കൊച്ചിയിൽ BJP സംസ്ഥാന നേതൃയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ അധ്യക്ഷന്മാർ, മേഖലാ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നേതൃയോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് റോഡ് നിർമ്മാണ മേഖലയിൽ റീക്ലെയിംഡ് അസാൾട്ട് പേയ്മെന്റ് സാങ്കേതികവിദ്യ പരീക്ഷിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. റോഡിന്റെ ഉപരിതലം പൊളിച്ചുമാറ്റി പുനരുപയോഗം ചെയ്ത് പുതിയ ഉപരിതലം നിർമ്മിക്കുന്ന സാങ്കേതികവിദ്യയാണിത്. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കിള്ളിപ്പാലം പ്രാവച്ചമ്പലം റോഡിൽ നിർമ്മാണം നടത്തും. കേരളത്തിൽ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പരിശോധനകൾ ശക്തമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 17,000-ഓളം ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുത്തതായും മന്ത്രി പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ച പരാതികൾ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ഓണക്കാലത്ത് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുടെ പൊതുവിപണി വില കുറയ്ക്കാൻ സപ്ലൈകോയുടെ ഇടപെടലിലൂടെ കഴിഞ്ഞുവെന്ന് മന്ത്രി GR അനിൽ. സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിൽ 5 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്ന ചടങ്ങ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണച്ചന്തകൾ ഈ മാസം 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. മിൽമയുടെ ബോട്ടിൽ മിൽക്ക് ഇന്നു മുതൽ വിപണിയിൽ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ബോട്ടിൽ മിൽക്ക് പുറത്തിറക്കി. 3 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന വിധത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക ലക്ഷ്യമിട്ടാണ് നീക്കമെന്ന് മന്ത്രി പറഞ്ഞു. ഈ മാസം 30-ന് പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കായി ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 54 വള്ളങ്ങൾ. 15 ചുണ്ടൻ വള്ളങ്ങളും 39 മറ്റു വള്ളങ്ങളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.